1962 ആദ്യമായിട്ട് കേരളത്തിൽ നിന്നും ജർമ്മനിയിലേക്ക് നഴ്സിംഗിന് വേണ്ടിയിട്ട് സ്റ്റുഡൻസ് പോകുന്നത്. അത് ചങ്ങനാശ്ശേരിയുടെ അതിരൂപത മെത്രാനായിരുന്ന കാവുകാട് തിരുമേനിയാണ് ആദ്യമായിട്ട് വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്നത്. ആദ്യത്തെ ബാച്ചൊക്കെ പോകുന്നത് കപ്പലിലായിരുന്നു. അതെന്ത് സാഹചര്യത്തിൽ അങ്ങനെ പിതാവ് അങ്ങനെ ഒരു ഐഡിയ കൊണ്ടുപോകുന്നത്? പിതാവ് 1961 ജർമ്മനിയിലെ അദ്ദേഹം കുറച്ചാളോ ആശുപത്രിയിലെ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് ചെലവഴിച്ചു. ആ സമയത്താണ് അദ്ദേഹം ജർമ്മനിയിൽ നഴ്സുമാരുടെ വലിയ കുറവുണ്ടെന്ന് തിരിച്ചറിയുകയും തിരിച്ചു വന്ന അദ്ദേഹം ജർമ്മനിയിലേക്ക് കൂടുതൽ നഴ്സിംഗ് പഠിക്കാൻ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഭാഗമായിട്ട് അതിരൂപതയിൽ നിന്ന് ആദ്യ ബാച്ചുകൾ വിടുകയും ചെയ്തു. അതാണ് തുടക്കം. അങ്ങനെയാണ് കേരളത്തിലെ നഴ്സിംഗ് പഠിക്കാനും നഴ്സുമാർക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും നമ്മുടെ പെൺകുട്ടികൾ പോകും. അപ്പൊ ഞാൻ തിരുവിതാംകൂർ എന്ന് പറഞ്ഞത് ശരിയാണ്. കാരണം ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്തയായിരുന്ന കാവുകാട്ട് പിതാവ് വിടണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഏരിയയിൽ നിന്നായിരിക്കും പോയി തുടങ്ങിയിരിക്കുന്നത് അല്ലേ? അതെ. ആ കാലഘട്ടത്തിൽ അന്ന് 4 ശമ്പളമാണ് മേടിച്ചെങ്കിൽ ഇന്ന് എത്ര ശമ്പളത്തിലായിരിക്കും അവിടെയുള്ളവർ ഇന്നത്തെ കാലഘട്ടത്തിൽ ജോലി ചെയ്യുന്നത്? ഇന്ന് നേഴ്സുമാർക്ക് ക്വാളിഫൈഡ് നേഴ്സുമാരാണെങ്കിൽ അവർക്ക് 2800 യൂറോ തൊട്ട് 3500 യൂറോ വരെ കിട്ടുന്ന നേഴ്സുമാർ. ഇന്ത്യൻ കറൻസി ഏകദേശം നമുക്കൊരു 2.5 ലക്ഷം രൂപ തൊട്ട് 3.5 ലക്ഷം രൂപ വരെ ഉള്ള റേഞ്ചിലാണ് നേഴ്സുമാരുടെ ശമ്പളം ഇപ്പോഴും.